നമ്മുടെ പ്രിയപ്പെട്ട കലാഭവൻ നവാസിന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിലാണ് കുടുംബവും സിനിമാ ലോകവും. ഇൻക്വസ്റ്റ് നടപടികൾ ഉടൻ പൂർത്തിയാക്കും. വൈകിട്ട് പൊതുദർശനത്തിന് ശേഷം സംസ്കാരമുണ്ടാകും. അർജുൻ മട്ടന്നൂർ നവാസിന്റെ വീട്ടിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. അർജുൻ, ഗുഡ് മോർണിംഗ് അർജുൻ. വളരെ സങ്കടകരമായൊരു വാർത്തയാണ് ഇന്നലെ, അപ്രതീക്ഷിതമായി. ഇന്നലെ ഈ സമയത്തൊക്കെ നവാസ് വളരെ ആക്റ്റീവായി സിനിമാ ഷൂട്ടിങ്ങിന് പോകാൻ ഇറങ്ങിയതാണ്. ഒരു പകൽ കഴിയുമ്പോഴേക്കും നവാസിനെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാര്യമായിട്ട് അലട്ടിയിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ വൈകുന്നേരം തന്നെ വീട്ടിലേക്ക് മടങ്ങാനായിരുന്നോ നവാസിന്റെ പരിപാടി? അതിനിടയിലാണോ മരണം സംഭവിച്ചത് അർജുൻ? ഡോക്ടർ അരുൺകുമാർ, മലയാളികളെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു വിയോഗമാണ് കലാഭവൻ നവാസിൻ്റേത്. ഇന്നലെ പകൽ മുഴുവൻ ഷൂട്ടിംഗ് ലൊക്കേഷൻ സജീവമായിരുന്ന കലാഭവൻ നവാസ് ഇന്നലെ വൈകിട്ട് ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിലേക്ക് എത്തുന്നു. ഷൂട്ടിംഗ് പൂർത്തിയായ സാഹചര്യത്തിൽ രാത്രി 8 മണിയോടുകൂടി വീട്ടിലേക്ക് മടങ്ങും എന്ന് ഹോട്ടൽ ജീവനക്കാരെയും സഹപ്രവർത്തകരെയും അറിയിക്കുന്നു. അത്തരത്തിൽ റൂമിലേക്ക് പോയ നവാസിനെ പക്ഷേ പിന്നീട് പുറത്തേക്ക് വരുന്നത് കാണാത്തതിനെ തുടർന്നാണ് ഹോട്ടൽ ജീവനക്കാരും മറ്റും അന്വേഷിച്ച് പോയത്. അപ്പോഴാണ് ഇത്തരത്തിൽ ഹോട്ടൽ മുറിയിൽ വീണ് കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഡ്രസ്സുകളും മറ്റും പാക്ക് ചെയ്ത് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കലാഭവൻ നവാസ് ഉണ്ടായിരുന്നത്. അതിനിടയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിൽ പോലും മരണം സ്ഥിരീകരിച്ചിരുന്നു. 51 വയസ്സാണ് പ്രായം. വളരെ സജീവമായി തന്നെ മലയാള സിനിമയിലേക്ക് തിരിച്ചു വരാനൊരുങ്ങുന്ന നവാസിൻ്റെ വിയോഗം പ്രേക്ഷകരെ മാത്രമല്ല എല്ലാവരെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഏതാണ്ട് 3 പതിറ്റാണ്ടോളമായി മിമിക്രി മേഖലയിലും അതോടൊപ്പം തന്നെ സിനിമാ മേഖലയിലും സജീവമായി തന്നെ കലാഭവൻ നവാസ് ഉണ്ടായിരുന്നു. ജനിച്ചതൊക്കെ തന്നെ തൃശ്ശൂർ വടക്കാഞ്ചേരിയിലാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു കലാപ്രവർത്തനങ്ങളുടെ മേഖല അത് പൂർണ്ണമായും എറണാകുളത്തും കൊച്ചിയിലുമൊക്കെ തന്നെയായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലുവ 4-ാം മൈലിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്. അദ്ദേഹം ഏറെ ആഗ്രഹിച്ച് നിർമ്മിച്ച ഒരു വീടാണ്. ഒരു പഴയ രീതിയിലുള്ള ഓട് ഇട്ട ഒരു വീടാണ്. അത്തരമൊരു വീട് അദ്ദേഹം നിർമ്മിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. നവാസിൻ്റെ ഉമ്മയുടെ വീട് ഈ ഭാഗത്താണ്. അതുകൊണ്ട് ചേർന്ന് തന്നെ ആണ് അദ്ദേഹം കുടുംബസമേതം ഇത്തരത്തിൽ വീടെടുത്ത് താമസിക്കുകയും ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ, നമുക്കറിയാം, സിനിമ നടി കൂടിയാണ് അദ്ദേഹം, രഹന. അതോടൊപ്പം തന്നെ 3 മക്കൾ. ഇവരൊക്കെ തന്നെ ഇവിടെയാണ് താമസിച്ചിരുന്നത്. ഒരു കലാകുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. പിതാവ് അബൂബക്കർ സിനിമാ നടനായിരുന്നു. അത്തരത്തിൽ തന്നെ ആ ഒരു പാരമ്പര്യത്തിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ എറണാകുളത്തേക്ക് മാറുകയും തുടർന്ന് മിമിക്രി വേദികളിൽ സജീവമാവുകയും ചെയ്തത്. അത്തരത്തിൽ കലാഭവനിലേക്ക് ചേരുകയും പിന്നീട് മിമിക്രി തുടർന്നാണ് സിനിമാ മേഖല. മക്കളൊക്കെ ഈ വീട്ടിൽ തന്നെ ഉണ്ടോ അതോ ഉമ്മയുടെ വീട്ടിലാണോ? തീർച്ചയായും രഹനയും മക്കളും ഒക്കെ തന്നെ വീടിനുള്ളിൽ തന്നെ ഉണ്ട്. മറ്റ് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചയോടുകൂടിയായിരിക്കും മൃതദേഹം ഇങ്ങോട്ടേക്ക് എത്തിക്കുക. ഉച്ച മുതൽ ഏതാണ്ട് ഒരു 4 മണി വരെ പൊതുദർശനം ഇവിടെ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം ആലുവ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലായിരിക്കും ഖബറടക്കം നടക്കുക. വൈകിട്ട് 6 മണിയോടെ. അർജുൻ, വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ്. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നവാസ് നമ്മളെ പിരിഞ്ഞു പോയിരിക്കുന്നു. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ചോറ്റാനിക്കരയിൽ ലോഡ്ജിൽ വെച്ച്, ഹോട്ടൽ മുറിയിൽ വെച്ചാണ് മരണം സംഭവിച്ചത്. ഹൃദയസ്തംഭനമാണ് എന്ന് കരുതുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലേ കൂടുതൽ വിവരങ്ങൾ അറിയൂ. എന്തായാലും തിരിച്ച് ചെക്കൗട്ടിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന സമയത്താണ് അദ്ദേഹം കുഴഞ്ഞു വീണ് മരിച്ചത്.